ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു താറാവിൻ്റെ കൂട്ടിനാണ്. ഇവിടെ രണ്ട് ടൈപ്പ് താറാവ് ഉള്ളത്. മുട്ടത്താറാവുണ്ട്, ഇറച്ചിത്താറാവുണ്ട്. ഇത് മുട്ടത്താറാവിൻ്റെ കൂടാട്ടോ. മാത്രമല്ല ഇവിടെ കുറച്ച് മുയലുകളും ഉണ്ട്. ഇത് കൗതുകത്തിന് വേണ്ടി വളർത്തുന്നതാ, കൊല്ലാൻ വേണ്ടിയോ ഇറച്ചിക്ക് വേണ്ടിയോ ഒന്നുമല്ല. അപ്പം ഞാൻ നിങ്ങളതൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചതാ. പിന്നെ ഇതാണ് ഇറച്ചിത്താറാവിൻ്റെ കൂട്. ഇവിടെ നിന്നാണ് നമ്മുടെ ഈസ്റ്ററിന് വേണ്ടിയിട്ടുള്ള താറാവിനെ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് സാബോങ്കിൽ താറാവിനെ കൊന്നു തരാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അത് വേണ്ട, ജീവനോടെ താറാവിനെ എടുത്തിട്ട് അതിൻ്റെ ബാക്കിയുള്ള രീതികളെല്ലാം നിങ്ങൾ കാണിച്ചു തരാം, എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത്, കട്ട് ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാം നിങ്ങൾ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇതുവരെ ഞങ്ങൾ ക്ലീൻ ചെയ്തിട്ടുള്ള ഇതിന് എക്സ്പേർട്സ് ഒന്നുമല്ല. ഇത് ഈ പ്രാവശ്യം ഇന്നത്തെ ദിവസത്തേക്ക് ആൾക്കാർ ബുക്ക് ചെയ്തിട്ടുള്ള താറാവുകളാണ് അവിടെ ആ ചെറിയ കൂട്ടിലിട്ടിട്ടുള്ളത്. അപ്പോൾ അതിനൊക്കെ ഇന്ന് തന്നെ അവർ ഡ്രസ്സ് ചെയ്ത് പീസസ് ആക്കിയൊക്കെ വെക്കും. അപ്പോൾ അങ്ങനെ ഡാഡി ഇതിൻ്റെ കാല് കെട്ടിത്തരുവാണ്. ഈ താറാവിൻ്റെ കാല് കെട്ടിയാൽ മാത്രമാണ് നമുക്ക് താറാവിനെ മര്യാദയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. താറാവ് കോഴിനെ പോലെ അധികം പിടക്കമൊന്നും ഇല്ലായിരിക്കും, പക്ഷേ നമുക്ക് താറാവിനെ അങ്ങനെ ഹാൻഡിൽ ചെയ്ത് വലിയ പരിചയമൊന്നുമില്ല. ഇപ്പോൾ ആൻസിക്കാണെങ്കിലും എനിക്കാണെങ്കിലും താറാവിനെ അങ്ങനെ ഹാൻഡിൽ ചെയ്ത് പരിചയമൊന്നുമില്ല. അപ്പം അതുകൊണ്ടാണ് കാല് കെട്ടിയിട്ട് തന്നു വിട്ടത് കേട്ടോ. അപ്പം അങ്ങനെ താറാവായിട്ട് നമ്മൾ വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. താറാവിൻ്റെ കാല് കെട്ടിയിട്ടുള്ളത് കൊണ്ട് തന്നെ താറാവിന് അത്ര അധികം അനങ്ങാനൊന്നും പറ്റില്ല. എന്നാലും താറാവിനെ കൊണ്ട് പറ്റുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ താറാവിനെ കിട്ടിയ സന്തോഷത്തിൽ വീട്ടിലെത്തിയിരിക്കുകയാണ് ഗൈസ്. അപ്പം ഇനി താറാവിനെ ചെറുതായിട്ട് കൊന്നു ഞാൻ. അപ്പോൾ നിങ്ങൾക്കതൊരു എന്താ പറയുക ബുദ്ധിമുട്ടാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കംപ്ലീറ്റ്ലി ബ്ലർ ചെയ്തത്. അപ്പോൾ വീട്ടിലുള്ളൊരു ചീത്തൊരു ബക്കറ്റിൽ കമഴ്ത്തി വെച്ചേക്കാണ്. അപ്പോൾ ഇതുവരെ ചെയ്തിട്ടില്ല, ഇത് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഒരു സംഭവം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു അടപ്പ് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വിറകാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതിനെ ചൂടുവെള്ളത്തിൽ മുക്കിയിട്ടാണ് ഇവിടെ ആൻറ്റിമാരൊക്കെ ക്ലീൻ ചെയ്ത് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ നമ്മളുടെ ഇവിടെ ഫാമുണ്ട്. അപ്പോൾ അവിടെ കുറച്ച് ക്ലീൻ ചെയ്യാനൊക്കെ ആൻറ്റിമാരൊക്കെ വരാറുണ്ട്. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ ചൂടുവെള്ളത്തിൽ മുക്കിയിട്ടാണ് ക്ലീൻ ചെയ്ത് കണ്ടേക്കുന്നത്. ഇതുവരെ നമ്മൾ ആരും ചെയ്തിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് എങ്ങനെ വരും എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അടപ്പ് കൂട്ടി തീയൊക്കെ കത്തിച്ചു. കത്ത് പിടിക്കാനൊക്കെ കുറച്ച് സമയം എടുത്തു, കാരണം ഇങ്ങനെ തീ കത്തിച്ചൊന്നും അങ്ങനെ ഭയങ്കര പരിചയമൊന്നുമില്ല. അപ്പോൾ കുറച്ച് ടൈം എടുത്തൊക്കെയാണ് എല്ലാം ചെയ്തത്. പിന്നെ ആണെങ്കിൽ താറാവിനെ പറിക്കുന്നത് ഭയങ്കര കെയർഫുള്ളായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിന്നെ അത് ഭയങ്കര സ്കിൽ ആയിട്ടുള്ള ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ, അത് ചെയ്ത് പരിചയമുള്ള ആൾക്കാർക്ക്. പക്ഷെ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ നമ്മളത് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ തന്നെ തീയൊക്കെ കത്തിച്ചു. പെട്ടെന്ന് തന്നെ ഇപ്പം ഭയങ്കര സമ്മർ ആയതുകൊണ്ട് നല്ല ചൂടാണല്ലോ, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ തീയൊക്കെ പിടിച്ചു, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇത്തിരി വലിയൊരു പാത്രം എടുത്തിട്ട് അതിനകത്തേക്ക് കുറച്ച് വെള്ളമൊക്കെ എടുത്ത് താറാവിനെ അതിലേക്ക് മുക്കാനുള്ള രീതിയിലെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെന്ന് വെച്ചാൽ കുറച്ചും കൂടെ കുഴിവുള്ള പാത്രമൊക്കെ ആണെങ്കിൽ നന്നായിരിക്കും, പക്ഷെ നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ള ഒരു സംഭവം വെച്ചിട്ടാണ് നമ്മൾ ചെയ്തത്. അങ്ങനെ താറാവിനെ നമ്മൾ ചൂടുവെള്ളത്തിൽ ചെറുതായിട്ട് മുക്കി, ഒത്തിരി നേരം ഒന്നും വെക്കാൻ പാടില്ല, അപ്പം അതിൻ്റെ തൊലിയൊക്കെ പൊളിഞ്ഞു പോകും. കാരണം നമ്മൾ ചിക്കൻ പോലെ തൊലി പൊളിച്ചല്ല താറാവ് എടുക്കുന്നത്. ഇതിൻ്റെ എന്താ പറയുക തൂവൽ മാത്രം കളയുള്ളൂ. തൊലി പൊളിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നും ഉണ്ടാവില്ല താറാവ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ തൊലി പൊളിക്കാതെയാണ് നമ്മൾ താറാവിനെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളൊരു സ്ഥലം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ഡാഡിയുടെ ഓഫീസിൻ്റെ ബാക്ക് സൈഡാണ്. അപ്പോൾ അവിടെ കുറച്ച് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ടേക്ക് വെച്ചു. അപ്പോൾ ഇതിന് മുന്നേ താറാവിനെ ക്ലീൻ ചെയ്തൊന്നും നമുക്ക് പരിചയമില്ല, എന്നാലും ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ ആൻറ്റിമാരൊക്കെ ചെയ്ത് നമ്മൾ കണ്ടിട്ടുള്ള പരിചയം മാത്രമേ ഉള്ളൂ. എന്താ പറയുക, ആദ്യം ചെയ്തപ്പോൾ ഭയങ്കര ഈസി ആയിട്ട് തോന്നി, പക്ഷേ കഴിയും തോറും ഭയങ്കര പാടുള്ളൊരു പരിപാടിയാണിത്. കാരണം പെട്ടെന്നൊന്നും ഇത് ക്ലീൻ ആവില്ല, നല്ല ടൈം എടുത്താണ് ചെയ്തത്. ഇവിടുത്തെ ആൾക്കാരൊക്കെ 5 മിനിറ്റ്സ് 10 മിനിറ്റ്സിലൊക്കെയാണ് ഒരു താറാവിനെ ക്ലീൻ ചെയ്യുന്നത്. ഞാൻ എനിക്കൊന്ന് ഒരു 1/4 മണിക്കൂർ എടുത്തിട്ടാണ് ഈ ഒരു താറാവിനെ തന്നെ ക്ലീൻ ചെയ്തത്. പിന്നെ കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസസ് ആയിട്ട് നമ്മൾ ഫ്രീസറിലേക്ക് മാറ്റുക ചെയ്തിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇന്നിപ്പോൾ എന്തായാലും കുക്ക് ചെയ്യുന്നില്ല, നാളെ ഉച്ചയ്ക്കൊക്കെയാണ് കുക്ക് ചെയ്യലുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് മാക്സിമം അത് ഫ്രീസറിൽ വെക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നി. അപ്പോൾ കട്ട് ചെയ്തിട്ട് ഫ്രീസറിലേക്ക് മാറ്റി. യൂഷ്വലി എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് കട്ട് ചെയ്ത് നാളെ തന്നെ വാങ്ങുള്ളൂ. അപ്പം നിങ്ങൾ ഈ ഒരു വീഡിയോ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തത്. എന്താണെന്ന് വെച്ചാൽ ഫിഷിൻ്റെ കട്ട് ചെയ്യുന്ന വീഡിയോ വന്നപ്പോഴത്തേക്കും ഒത്തിരി റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, കൂടുതൽ ഫിഷ് കട്ടിങ് വീഡിയോസ് ഇടാൻ പറഞ്ഞിട്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ലെൻഡ് ആയതുകൊണ്ട് നമുക്ക് ഒത്തിരി നോൺ വെജ് വീട്ടിൽ കഴിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഫിഷ് കട്ടിങ് ഒന്നും ഇടാൻ പറ്റാഞ്ഞത്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ പിന്നെ താറാവിന് ഇങ്ങനെ നമുക്കൊരു ഓപ്ഷൻ ഉള്ളപ്പോൾ നമുക്കിങ്ങനെ ചെയ്തുകൂടെ എന്ന് വിചാരിച്ചു. അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. അങ്ങനെ താറാവിനെ കട്ട് ചെയ്ത് പീസസ് ആക്കിയിട്ട് എന്താ പറയുക നമ്മൾ ഫ്രീസറിലേക്ക് മാറ്റി. പിന്നെ നമുക്ക് കാളാഞ്ചി ഇട്ടിട്ടുണ്ടായിരുന്നു, നമ്മുടെ സ്വന്തം കിട്ടിയെന്നാണേ. ഇത് ചെറിയ കാളാഞ്ചിയാണ് കേട്ടോ. അന്നത്തെ പോലെ കഴിഞ്ഞൊരു വീഡിയോയിൽ ഉണ്ടായ പോലെ വലിയ കാളാഞ്ചിയൊന്നുമല്ല, ചെറിയ 3 കാളാഞ്ചിയാണ്. അപ്പോൾ അത് എന്താ പറയുക, ഇപ്പോൾ ഈ ഈസ്റ്ററിന് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് വലുതാവാത്തത് അങ്ങനെ എടുത്തതാ. പിന്നെ ഇപ്പോൾ എന്താ പറയുക
നമ്മുടെ സ്വന്തം കെട്ടിൽ നിന്ന് തന്നെയാണ്. അപ്പം നിങ്ങൾക്ക് കെട്ടും അവിടുത്തെ മീനും പിന്നെ മീൻ പിടിക്കുന്ന രീതിയൊക്കെ കാണാനായിട്ട് ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്താൽ നമ്മൾ ഒരു വീഡിയോ അത് മാത്രമായിട്ട് നമ്മൾ ഇടുന്നതായിരിക്കും. എന്താ പറയുക, പിന്നെ മീൻ വെട്ടുന്നതും എന്താ പറയുക ക്ലീൻ ചെയ്യുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ്. എന്താണെന്ന് അറിയില്ല, അതുകൊണ്ട് എനിക്കത് വേഗം ചെയ്യാൻ പറ്റി. പക്ഷേ ഈ താറാവിൻ്റെ ഭയങ്കര പാടായിപ്പോയി, കാരണം അത് ഫസ്റ്റ് ടൈമാണല്ലോ ഞാൻ ചെയ്തത്. പക്ഷേ എന്താ പറയുക, കൊല്ലുന്നതൊക്കെ ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഓക്കെ, നമുക്ക് ചെയ്യാൻ പറ്റും എന്നൊരു ഇത്. അങ്ങനെ ഇതും ഈ പറയുന്ന പോലെ കാളാഞ്ചി അറിയാമല്ലോ, ഇച്ചിരി ടഫാണ് ഈ ഒരു മീനെയും കട്ട് ചെയ്യാൻ. ഇത് അന്ന് ഞാൻ ഫസ്റ്റ് ടൈമാണ് അത്രയും വലിയൊരു മീൻ കട്ട് ചെയ്തത്. അപ്പം അതിൻ്റെ ഒരു പരിചയം വെച്ചിട്ട് ഈ ഒരു മീനും കട്ട് ചെയ്യാൻ പറ്റി. ഉള്ളിലൊക്കെ നല്ല ബലമാണ്. എന്തായാലും കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തൊക്കെ എടുത്ത് ഇതും ഈ പറഞ്ഞ പോലെ തന്നെ ഫ്രീസറിലേക്ക് മാറ്റിയിട്ടുണ്ട്. കാരണം നാളെയാണ് നമ്മൾ ആക്ച്വലി ഇതൊക്കെ കുക്ക് ചെയ്യുന്നത്. ഇപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ ഇന്ന് ക്ലീൻ ചെയ്തത്. കാരണം ഒത്തിരി ഡിഷസ് നാളെ ഉണ്ടാക്കുമല്ലോ, ഈസ്റ്റർ അല്ലേ. അപ്പോൾ അങ്ങനെ, അപ്പം നാളെ എല്ലാ ഡിഷസിൻ്റെ വീഡിയോസും നിങ്ങൾക്ക് കാണിക്കാം. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് കൂടുതൽ വീഡിയോസ് ഏതൊക്കെയാണ് നിങ്ങൾക്ക് കാണാൻ ആഗ്രഹം എന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ അതിനനുസരിച്ചുള്ള വീഡിയോസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും. ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്ത്, ഇപ്പം ഇതെല്ലാം യൂഷ്വലി കറിക്ക് വേണ്ടിയിട്ടായിരിക്കും ഇവിടെ എടുക്കുക. 1-2 പീസ് ഫ്രൈ ചെയ്താലേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ, അപ്പോൾ ആ ഒരു കറി പീസിലേക്കാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇനി എങ്ങനത്തെ വീഡിയോസാണ് കാണാൻ താല്പര്യം എന്ന് വെച്ചാൽ അത് കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കൂടുതൽ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ ഗൈസ്, ലവ് യു.